ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമില്ല, ഞാൻ മോളുടെ അംഗൻവാടിയുടെ ഇനാഗുറേഷൻ, അവരുടെ പുതിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ അംഗൻവാടിയുടെ. അപ്പം അവളെ കൊണ്ട് നമ്മൾ ചേർത്തതേ ഉള്ളായിരുന്നു. അപ്പോൾ പുതിയ അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ പ്രവേശനോത്സവത്തിനൊക്കെ നമ്മൾ പോയപ്പോൾ അപ്പോൾ ഇത് രണ്ടും ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് പോയപ്പോൾ ഉള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയാനൊന്നുമില്ല, അതിന് ജസ്റ്റ് ചെറിയൊരു ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ മുഖത്തങ്ങനെ പൗഡർ അങ്ങനെയുള്ള വേറൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ ആകെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ ആണ്. അത്യാവശ്യം നല്ലൊരു ഇതാണ് കേട്ടോ. അത് തനിയെ ഇട്ടാലും നല്ലത് തന്നെയാണ്. പിന്നെ മിക്കവാറും ഞാൻ അത് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മാത്രം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ലത് തന്നെയാണ്, നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ അത് തനിയെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് തനിയെ ഇടുമ്പോഴേ നല്ലൊരു ഗ്ലോ ആണ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ചെറിയതായിട്ട് മാത്രമേ ഞാൻ അതിനകത്ത് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആസ് കണ്ണെഴുതി പിന്നെ ഐലൈനർ ഇട്ടു. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ നോക്കി ഇട്ടപ്പോൾ അങ്ങോട്ട് അത്രയായിട്ട് കറക്റ്റായിട്ട് വന്നില്ല. പിന്നെ മസ്കാര ഉപയോഗിച്ച് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് വലിയ രീതിക്കൊന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരുങ്ങി പോകാം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് നമ്മൾ അത് മിക്കവാറും ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് ചിലപ്പോൾ ലിപ്സ്റ്റിക്ക് പോലെ ഇങ്ങനെ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇടുക കേട്ടോ. അപ്പോൾ നല്ലൊരു കളറാണ്. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്നതാണത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിട്ടിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു നമ്മുടെ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടോ. അപ്പോഴും നല്ലതായിട്ടിരുന്നു. പക്ഷേ ഒരുപാട് നേരമൊന്നും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കില്ല. അത്യാവശ്യം നമുക്ക് എവിടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ലിപ് ബാം നമ്മൾ കൂടെ ഇത് മാറുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് ഞാൻ ലച്ചുമ്മയ്ക്ക് വാങ്ങിച്ച പൊട്ട് കുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ഒരു കളർ എടുത്തിട്ട് പൊട്ടും കുത്തിയിട്ടുണ്ട്. ചെറിയൊരു പൊട്ടാണ് തൊട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ കമ്മലിടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നലെ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ച കമ്മലാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതും വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുടി കെട്ടണം. ഇത്രയൊക്കെ ഉള്ളൂ മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചുരിദാർ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് വാങ്ങിച്ചാൽ കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ തുണി അത്ര അങ്ങോട്ട് കൊള്ളത്തില്ല കേട്ടോ. നമ്മൾ നമുക്കങ്ങനെ എപ്പോഴും അങ്ങ് ഉപയോഗിക്കാനൊന്നും കൊള്ളില്ല. പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി പോകുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ ഞാനും പിള്ളേരെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു 10 മണിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരെയൊക്കെ റെഡിയാക്കി, ലച്ചുവിനെ റെഡിയാക്കി, ബാക്കി എല്ലാവരും തനിയെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റെഡിയാകാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഒതുക്കിയിട്ട്, കാരണം പിന്നെ ചേച്ചിയും അമ്മയൊക്കെ ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഇനി എത്ര മണി ആവുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ റെഡി ആയത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.